ടോട്ടൽ ഫോർ യു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായ ശബരിനാഥന്റെ കുരുക്കിൽപ്പെട്ട അഭിഭാഷകന് നഷ്ടപ്പെട്ടത് 70 ലക്ഷം രൂപയെന്ന് പോലീസ്. ബാങ്ക് വഴി 34 ലക്ഷം രൂപ കൊടുത്തതിനു പുറമെ പണമായി 36 ലക്ഷം രൂപ കൂടി ശബരിനാഥന് നൽകിയിരുന്നു. സഞ്ജയ് എന്ന അഭിഭാഷകന്റെ പരാതിയിൽ കേസെടുത്ത വഞ്ചിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശബരിനാഥ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ടോട്ടൽ ഫോർ യു കേസിൽ ജാമ്യത്തിലുള്ള ശബരിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനം നടത്തി ലാഭമുണ്ടാക്കി നൽകാമെന്ന് പറഞ്ഞാണ് ശബരിനാഥ് പുതിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അഭിഭാഷകനുമായി കോടതിയിൽ വെച്ചുള്ള പരിചയമാണ് സാമ്പത്തിക ഇടപാടിലേക്ക് എത്തിച്ചത്. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് 2008 അറസ്റ്റിലായ ശബരിനാഥ് ഒട്ടേറെ കേസുകളിൽ വിചാരണ നേരിടുകയാണ്. 18 വയസ്സുള്ളപ്പോഴാണ് ശബരിനാഥൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, ചാലക്കുഴി, സ്റ്റാച്യു ക്യാപിറ്റോൾ ടവേഴ്സ്, പുന്നപുരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഐനെസ്റ്റ്, SJR, ടോട്ടൽ സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങൾ ആരംഭിച്ച് തട്ടിപ്പിന് തുടക്കം കുറിച്ചത്. നിക്ഷേപകർക്ക് 100% വളർച്ചാ നിരക്കും 20% ഏജന്റ് കമ്മീഷനും വാഗ്ദാനം ചെയ്തു. സ്ഥാപനങ്ങളുടെ ആഘോഷ പരിപാടികൾ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നടത്തിയത്. സിനിമാ നിർമ്മാണവുമൊക്കെയായി ആഡംബര ജീവിതം നയിക്കുമ്പോഴാണ് ബിസിനസ് തകർന്ന് 19 വയസ്സിൽ ശബരി അറസ്റ്റിലായത്. കോടികളുടെ ഭൂമി, പാതിവഴിയിലെത്തിയ റിസോർട്ട്, 100 പവന്റെ വജ്ര സ്വർണ്ണാഭരണങ്ങൾ, 22 ആഡംബര കാറുകൾ എന്നിവ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ പേരിലുണ്ടായിരുന്നു. 33 കേസുകളിലാണ് പോലീസ് അന്ന് പ്രതി ചേർത്തത്. ഏജന്റുമാർ മുഖേന പൊതുജനങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി വിജിലൻസ്. ഓപ്പറേഷൻ ഓൺ വീൽസ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നേരിട്ടും ഗൂഗിൾ പേ വഴിയും പണം വാങ്ങിയെന്ന് കണ്ടെത്തി. 112 ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാൻ വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം ശുപാർശ നൽകി. 72 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും 40 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുക്കാനുമാണ് ശുപാർശ. എറണാകുളം ജില്ലയിലെ ഒരു RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഓഫീസിലെ വിരമിക്കൽ ചടങ്ങിൽ നൽകുന്നതിനായി 4 സ്വർണ്ണ മോതിരം വാങ്ങി നൽകാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ആവശ്യപ്പെട്ടതായി കണ്ടെത്തി. റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്കായി പോസ്റ്റർ അച്ചടിക്കാനും ആവശ്യപ്പെട്ടു. വാട്സപ്പോടെയാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും കണ്ടെത്തി. അപേക്ഷകരുടെയും ടെസ്റ്റ് പാസ്സാകേണ്ടവരുടെയും വിവരങ്ങൾ ഏജന്റുമാർ വാട്സാപ്പ്, ടെലഗ്രാം എന്നിവ വഴി കൈമാറിയതായും കണ്ടെത്തി. 7 റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും 64 സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലുമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുന്നതിനായി എത്തിയ ഏജന്റുമാരിൽ നിന്ന് 1,40,720 രൂപ പിടിച്ചെടുത്തു. വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തിയതറിഞ്ഞ് വലിച്ചെറിഞ്ഞ നിലയിൽ 49,300 രൂപ നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പരിസരത്ത് നിന്നും കണ്ടെത്തി. വൈക്കം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ജനലിൽ പണം ഒളിപ്പിച്ചുവെച്ച നിലയിലാണ് കണ്ടത്. വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുടെ UPI ഇടപാട് പ്രാഥമികമായി പരിശോധിച്ചതിൽ 21 ഉദ്യോഗസ്ഥർ വിവിധ ഏജന്റുമാരിൽ നിന്ന് 7,84,598 രൂപ നിയമവിരുദ്ധമായി കൈപ്പറ്റിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച് വിശദ പരിശോധന നടത്തിയതിൽ ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് നേരിട്ടും ബന്ധുക്കളുടെ അക്കൗണ്ട് വഴിയും UPI മുഖേന വ്യാപകമായി കൈക്കൂലിപ്പണം സ്വീകരിച്ചിരുന്നതാണെന്ന് വിജിലൻസ് പറയുന്നത്. ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ഏജന്റുമാർക്കും അനധികൃതമായി സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ വിവരങ്ങൾ ഏജന്റുമാർക്കും ഏജന്റുമാർ തങ്ങളിലൂടെ അപേക്ഷ സമർപ്പിച്ചവരുടെയും ഡ്രൈവിംഗ് സ്കൂളുകളിലൂടെ ടെസ്റ്റിനെത്തിയവരുടെയും വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്കും സ്ഥിരമായി വാട്സാപ്പ്, ടെലഗ്രാം എന്നിവകളിലൂടെ കൈമാറിയിരുന്നതായും കണ്ടെത്തി. ഏജന്റുമാർ വാട്സാപ്പിലൂടെ അയച്ചു നൽകുന്ന അപേക്ഷകരുടെ അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ അനുകൂലമായി നടപടി സ്വീകരിച്ച ശേഷം ഇതിന്റെ വിവരങ്ങൾ തിരികെ വാട്സാപ്പിലൂടെ അയച്ചു നൽകുന്നതും കണ്ടെത്തി. ഉദ്യോഗസ്ഥരുടെയും അവരുടെ ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് ഏജന്റുമാർ UPI മുഖേന കൈക്കൂലിപ്പണം അയച്ചു നൽകുകയും ഇടപാടിന്റെ സ്ക്രീൻഷോട്ടുകൾ വാട്സാപ്പ് വഴി കൈമാറുകയും ചെയ്തതായും കണ്ടെത്തി. ഇത്തരത്തിൽ പണം കൈമാറുന്നതിനായി ചില സ്ഥാപനങ്ങളുടെ വരെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു. ഭൂരിഭാഗം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൃത്യമായി പരിശോധനകൾ നടത്തി ക്രമക്കേടുകളിൽ നടപടി സ്വീകരിക്കാറില്ല എന്നും മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ലൈസൻസ് ഇല്ലാതെ വരെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എന്നും വിജിലൻസ് കണ്ടെത്തി. പല ജില്ലകളിലും ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനുമായി ഉപയോഗിക്കുന്ന പല വാഹനങ്ങൾക്കും ഫിറ്റ്നസ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ ഇല്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ നിന്നും കൈക്കൂലി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങൾ പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കാറില്ല. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണമെന്ന നിർദ്ദേശം ഒട്ടുമിക്ക ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിലും ചെയ്യാറില്ല. ഭൂരിഭാഗം ക്യാമറകളും പ്രവർത്തനരഹിതമായാണ് കണ്ടത്. ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വിജിലൻസ് ശുപാർശ നൽകും. അഴിമതി സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 എന്ന നമ്പറിലോ 8592000900 എന്ന നമ്പറിലോ വാട്സ്ആപ്പ് നമ്പറായ 9447889110 എന്ന നമ്പറിലോ അറിയിക്കണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രാസലഹരി എത്തിച്ചുവന്ന കേന്ദ്രം കണ്ടെത്തി കേരള പോലീസ്.
ഡൽഹി ഹരിയാന പോലീസിന്റെ സഹകരണത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ രാസലഹരി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി. ഇതിൽ 3 ആഫ്രിക്കൻ സ്വദേശികൾ പിടിയിലായി. രാജ്യാന്തര ലഹരിമരുന്ന് റാക്കറ്റിലെ 7 വിദേശികളടക്കം 8 പേരാണ് പിടിയിലായത്. രാസലഹരി കേസുകളിൽ അറസ്റ്റുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും വൻതോതിൽ രാസലഹരി ഉൽപ്പാദിപ്പിക്കുന്ന കിച്ചനുകൾ കണ്ടെത്തുന്നത് ഇതാണ് ആദ്യമായി. ഈ വർഷം ഫെബ്രുവരി 16-ന് ടൗൺ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം പുതുക്കോട്ട് പേങ്ങാട്ട് കന്നനാരിപ്പറമ്പ് വീട്ടിൽ സിറാജിനെ ടൗൺ പോലീസ് സ്റ്റേഷൻ SI മുരളീധരന്റെ നേതൃത്വത്തിൽ ടൗൺ പോലീസും ഡാൻസഫും ചേർന്ന് 778 ഗ്രാം MDMA-യുമായി പിടികൂടി. ഈ കേസിൽ നടത്തിയ തുടർ അന്വേഷണത്തിൽ പ്രതി ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ലഹരിമരുന്ന് കൊണ്ടുവന്നതെന്ന് കണ്ടെത്തി. പ്രതിയുടെ അക്കൗണ്ടും നമ്പരും പരിശോധിച്ചപ്പോൾ ലഹരിമരുന്ന് വാങ്ങിയത് നൈജീരിയൻ സ്വദേശിയിൽ നിന്നാണെന്നും മനസ്സിലായി. പ്രതിയുടെ അക്കൗണ്ടിൽ നിന്നും മറ്റു 2 നൈജീരിയൻ സ്വദേശികളുടെ അക്കൗണ്ടിലേക്കും പണം കൈമാറിയെന്നും ഈ പണം ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിൽ വെച്ചാണ് പിൻവലിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അക്കൗണ്ട് ഉടമകളായ നൈജീരിയൻ പൗരന്മാരായ ഡേവിഡ് ഹെൻറി ഓനുചുക്യു, ഓക്കോലി റൊമാനസ് എന്നിവർ ഇതിലെ കണ്ണികളാണെന്നു കണ്ടെത്തി. ഇവരുടെ ലൊക്കേഷൻ ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന സ്ഥലത്താണെന്ന് വ്യക്തമായതോടെ ടൗൺ പോലീസ് ഇക്കാര്യം ഹരിയാന പോലീസിനെ അറിയിച്ചു. കോഴിക്കോട് നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാന പോലീസ് നൈജീരിയൻസും താമസിക്കുന്ന ഗുരുഗ്രാമിലെത്തി സ്ഥലം റെയ്ഡ് ചെയ്തു. റെയ്ഡിൽ സിന്തറ്റിക് ലഹരിമരുന്നുകൾ അനധികൃതമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന 6 നൈജീരിയൻ സ്വദേശികളും 1 നേപ്പാൾ സ്വദേശിയും 1 മിസോറാം സ്വദേശിയും ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 1.60 കിലോഗ്രാം സൾഫറും 904 ഗ്രാം കൊക്കൈനും 2.34 കിലോഗ്രാം അസംസ്കൃത കൊക്കൈനും 7500 രൂപയും 42 മൊബൈൽ ഫോണുകളും 3 ഇലക്ട്രോണിക് തുലാസുകളും പാക്കിംഗ് സാമഗ്രികളും പിടിച്ചെടുത്തു. ഇതിനുശേഷം ഹരിയാന പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരിമരുന്നിന് വിപണിയിൽ 1 കോടിയിലേറെ വില വരും. വിദേശികളായ പ്രതികളിൽ ഒക്കോലി റൊമാനസ് എന്ന നൈജീരിയൻകാരനൊഴികെ ബാക്കിയുള്ള വിദേശികൾക്ക് സാധുവായ ടൂറിസ്റ്റ് വിസയോ റെസിഡൻഷ്യൽ വിസയോ ഇന്ത്യയിൽ തങ്ങുന്നതിനുള്ള മറ്റു രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതികൾ ഡാർക്ക് വെബ് ഉപയോഗിച്ചാണ് പ്രധാനമായും ലഹരിമരുന്ന് കച്ചവടം നടത്തിവന്നത്. പിടിയിലായവരിൽ ചില പ്രതികൾക്ക് ഇതിനു മുൻപ് ഡൽഹിയും ഹിമാചലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ട്. ഹരിയാന ഗുരുഗ്രാമിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് രാസലഹരി എത്തിക്കുന്ന കിച്ചനുകൾ പോലീസ് കണ്ടെത്തിയത്. നൈജീരിയയിലെ തൊഴിലില്ലായ്മയും അഴിമതിയും കാരണമാണ് ലഹരിമരുന്ന് ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടുവന്നത് എന്നാണ് നൈജീരിയൻ സ്വദേശികൾ നൽകിയ മൊഴി. കോഴിക്കോട് എത്തിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിതേഷിന്റെ നേതൃത്വത്തിൽ ടൗൺ പോലീസ് 2 സംഘങ്ങളായാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ഒരു സംഘം ഡൽഹിയിലും ഹരിയാനയിലുമായിരുന്നു അന്വേഷിച്ചത്. മറ്റൊരു സംഘം ഹിമാചൽ പ്രദേശിലും അന്വേഷണം നടത്തി. സബ് ഇൻസ്പെക്ടർമാരായ സജിത് ഷിനോബ്, മുർബത്ത് സബീർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദീപു, രാകേഷ്, രഘുരാജ്, സുഗീഷ്, വിപിൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. നിർണായകമായത് സിറാജിന്റെ അക്കൗണ്ട് ഇടപാടുകൾ. 778 ഗ്രാം MDMA-യുമായി ഫെബ്രുവരിയിൽ പിടികൂടിയ സിറാജിന്റെ ബാങ്ക് ഇടപാടുകളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. സാധാരണഗതിയിൽ ലഹരിമരുന്ന് കടത്തുന്നവർ അത് ഉപയോഗിക്കുമെങ്കിലും ആ ശീലമില്ലാത്ത സിറാജ് മുൻപും MDMA കടത്ത് കേസിൽ പിടികൂടിയിരുന്നു. ഹിമാചൽ പ്രദേശിലെ ജയിലിൽ 10 മാസം തടവ് ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയിട്ടും ലഹരി കടത്ത് തുടരുകയായിരുന്നു. നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ കോഴിക്കോട് ഇറങ്ങുന്ന സിറാജിന്റെ പക്കൽ ലഹരിമരുന്ന് ഉണ്ടാകാമെന്ന രഹസ്യവിവരമാണ് ഇയാളെ പിടികൂടാൻ അന്ന് സഹായകമായത്. ഡൽഹിയിൽ നിന്ന് ഗോവ വരെ വിമാനത്തിലെത്തി അവിടെ നിന്നും ട്രെയിൻ മാർഗമാണ് സിറാജ് കോഴിക്കോടെത്തിയത്. ഡൽഹിയിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്ന ട്രെയിനിന്റെ AC കോച്ചിലെ ശുചീകരണ മുറിയിൽ MDMA ഒളിപ്പിച്ചുവെച്ച ശേഷം ട്രെയിൻ ഗോവയിലെത്തും മുൻപ് വിമാനത്തിൽ അവിടെ എത്തി അതേ ട്രെയിനിൽ യാത്ര ചെയ്ത് കോഴിക്കോടെത്തുമ്പോൾ ശുചീകരണ മുറിയിൽ നിന്നും MDMA എടുത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഇയാൾ അവലംബിച്ചു വന്നിരുന്നത്. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ഭത്ത 2750 രൂപയിൽ നിന്നും 3000 രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ഭത്ത 250 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാക്കി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവഭത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 250 രൂപ വീതം വർദ്ധിപ്പിച്ചു. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായമെത്തുക. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓണം ആനുകൂല്യങ്ങളിൽ വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി. 5 ദിവസം നീണ്ട മാരത്തോൺ അന്വേഷണം. 4 ദിവസം പ്രതിക്ക് പിന്നാലെ, 5-ാം ദിവസം പ്രതിക്ക് മുൻപിൽ ഒറ്റത്തവണ പോലും ഫോൺ ഉപയോഗിക്കാതെ മുങ്ങിയ പ്രതിയെ മൊബൈൽ ടവർ ലൊക്കേഷന്റെയോ ഫോൺ വിളി രേഖകളുടെയോ സഹായമില്ലാതെ കുടുക്കി കേരള പോലീസ്.
രാമനാട്ടുകരയിൽ ഇതര സംസ്ഥാനക്കാരിയായ കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മദ്യം നൽകി ലൈംഗിക പീഡനം നടത്തിയ കേസിലെ പ്രതി മലപ്പുറം കോട്ടയ്ക്കൽ പൂക്കിപ്പറമ്പ് വള്ളിക്കാട്ട് റിയാസിനെയാണ് ചെന്നൈയിൽ നിന്നും കേരള പോലീസ് പിടികൂടിയത്. കുട്ടിയെ ശാരീരിക ഉപദ്രവം നടത്തി ഇറക്കിവിട്ട ശേഷം റിയാസ് മടങ്ങിയെങ്കിലും കുട്ടിയെ കാണാനില്ലെന്ന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടതിന് പിന്നാലെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ച പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നുകളയുകയായിരുന്നു. ഈ മാസം 20 രാത്രി മലപ്പുറം കർപ്പകഞ്ചേരി, കോട്ടയ്ക്കൽ, തിരൂരങ്ങാടി, മഞ്ചേരി ഭാഗങ്ങളിൽ കറങ്ങിയ ശേഷം പ്രതി 21 കാലത്ത് വളാഞ്ചേരിയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് ഫറോക്ക് ACP AM സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഫറോക്ക് SHO ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ഉടനെ തന്നെ പാലക്കാട്ടേക്ക് തിരിച്ചു. പാലക്കാട് നഗരത്തിൽ പ്രതി തങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘത്തിന് അതേസമയം തന്നെ പാലക്കാട് നിന്നും പുറപ്പെട്ട സേലം ബസ്സിൽ ഇതേ രൂപസാദൃശ്യമുള്ള ആൾ കയറിയെന്ന വിവരം ബസ് സ്റ്റാൻഡിൽ നിന്നും ലഭിച്ചു. എന്നാൽ അപ്പോഴേക്കും ബസ് സേലത്തെത്തിയിരുന്നു. സേലത്ത് വണ്ടിയിറങ്ങിയ പ്രതി അവിടെ നിന്ന് മൈസൂരിലേക്കുള്ള ബസ് കയറുന്ന നിർണായകമായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതാണ് പിന്നീട് അന്വേഷണത്തിൽ വഴിതിരിവായത്. ഇതോടെ പോലീസ് മൈസൂരിലേക്ക് കുതിച്ചു. എന്നാൽ മൈസൂരിൽ നിന്നും പ്രതി എങ്ങോട്ട് പോയെന്ന യാതൊരു അറിവും ലഭിച്ചില്ല. തുടർന്ന് മൈസൂരിൽ നിന്നും ആ സമയത്ത് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട 4 ബസ്സുകളിലെ കണ്ടക്ടർമാർക്ക് പ്രതിയുടെ ഫോട്ടോ അയച്ചുകൊടുത്തു. ഇതിലൊരു ബസ്സിൽ പ്രതി ഉണ്ടായിരുന്നു എന്ന സംശയം ഒരു കണ്ടക്ടർ അറിയിച്ചു. ആ വിവരം കിട്ടിയപ്പോഴേക്കും ബസ് ബാംഗ്ലൂർ എത്തി അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. പോലീസ് സംഘം ബാംഗ്ലൂരിലെത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് പിന്നീടുള്ള അറിവൊന്നും ലഭിച്ചില്ല. 22-ന് പ്രതി ബാംഗ്ലൂരിലുള്ള തന്റെ പഴയ സുഹൃത്തുക്കളെ കണ്ടു എന്ന വിവരം ലഭിച്ചു. അവിടെ ചുറ്റിക്കറങ്ങിയ പ്രതി 1-2 മണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്തും ചിലവഴിച്ചില്ല. 23-ന് ബാംഗ്ലൂർ നഗരത്തിന് പുറത്ത് ഓട്ടോയിലും ടാക്സിയിലും കറങ്ങിയ പ്രതി 24-ന് രാത്രിയോടെ ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതുവരെ പോലീസ് പ്രതിക്ക് പിന്നാലെയാണ് ഓടിയതെങ്കിൽ ഇത്തവണ ട്രെയിനിനെ മറികടന്നോടിയത് പ്രതിക്ക് മുന്നിലേക്കാണ്. ചെന്നൈയിലെത്തിയ ഒഡീഷയിലേക്കുള്ള ട്രെയിനിൽ കയറാൻ പ്ലാൻ ചെയ്ത പ്രതിയെ വരവേറ്റത് മഫ്തി വേഷത്തിലെത്തിയ ഫറോക്ക് ACPയുടെ ക്രൈം സ്ക്വാഡായിരുന്നു. 20-ന് കാലത്ത് 6 മണി മുതൽ കേരള പോലീസ് നടത്തിയ മാരത്തോൺ ഓട്ടത്തിനാണ് ഇതോടെ ശുഭപര്യവസാനമായത്. രാത്രിയിൽ പൊതുജനമധ്യത്തിൽ വരാതെ കടത്തെണ്ണയിലോ ഷെഡിലോ പ്രതി വിശ്രമിച്ചിരുന്നുവെങ്കിലും പോലീസ് നടത്തിയ തീവ്ര പരിശ്രമത്തിന്റെ അന്തിമ വിജയമാണ് ചെന്നൈയിലുണ്ടായത്. കോഴിക്കോട് കമ്മീഷണർ T. നാരായണന്റെയും DCP അരുൺ പവിത്രന്റെയും കൃത്യമായ മാർഗനിർദ്ദേശത്തിൽ നടത്തിയ ചിട്ടയായ അന്വേഷണമാണ് മൊബൈൽ ഫോൺ വിളികളുടെയോ മൊബൈൽ ടവറിന്റെയോ സഹായമില്ലാതെ പ്രതിയിലേക്കെത്താൻ അന്വേഷണ സംഘത്തിന് സഹായകമായത്. സബ് ഇൻസ്പെക്ടർ PC സുജിത്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ മാധര, സീനിയർ CPOമാരായ IT വിനോദ്, അനൂജ് വളലേനാട്, CPOമാരായ സനീഷ് പന്തിരാങ്കാവ്, സുബീഷ് വേങ്ങരി എന്നിവരാണ് 5 ദിവസം വിശ്രമമില്ലാതെ മാരത്തോൺ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. സൈബർ സെല്ലിലെ CPOമാരായ സുജിത്, ഷെഫിൻ എന്നിവരുടെ സേവനവും അന്വേഷണത്തിൽ ലഭിച്ചു. ഈ വർഷത്തെ മൈസൂരു ദസറ എഴുത്തുകാരിയും ബുക്കർ പുരസ്കാര ജേതാവുമായ ബാനു മുഷ്താഖ് ഉദ്ഘാടനം ചെയ്യുമെന്ന കർണാടക സർക്കാരിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ വിവാദം. ഹിന്ദു ഉത്സവമായ ദസറ ഒരു മുസ്ലിം വനിത ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയല്ല എന്ന BJP മുൻ MP പ്രതാപ് സിംഹയുടെ പ്രസ്താവനയാണ് വിവാദമായത്. അതേസമയം സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്നും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാനു മുഷ്താഖും പറഞ്ഞു. പ്രശസ്തമായ മൈസൂരു ദസറ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ലോകമെമ്പാട് നിന്ന് ആളുകൾ എത്താറുണ്ട്. ഇത്തവണ ദസറ ഉദ്ഘാടകയായി ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത കർണാടക സർക്കാരിന്റെ തീരുമാനത്തിന് വലിയ പ്രശംസ ലഭിച്ചിരുന്നു. എന്നാൽ ദസറ മതേതര ഉത്സവമല്ല എന്നും അതിനാൽ തന്നെ മുസ്ലിം മതവിശ്വാസിയായ ബാനു മുഷ്താഖിനെ പങ്കെടുപ്പിക്കരുത് എന്നുമാണ് പ്രതാപ് സിംഹയുടെ വാദം. ബാനു മുഷ്താഖ് ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല ഞങ്ങൾക്ക് എതിർപ്പ്. സാഹിത്യരംഗത്ത് അവർ കൈവരിച്ച നേട്ടങ്ങളിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. ആ ബഹുമാനം അവരോടുണ്ട്. പക്ഷേ ദസറ ഹിന്ദുമത ആഘോഷമാണ്. അതിനാൽ തന്നെ ഒരു മുസ്ലിം മതവിശ്വാസി അത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ദസറ മതേതര ഉത്സവമല്ല, ഞങ്ങളുടെ മാത്രം ഉത്സവമാണ്. എന്നാൽ സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ വ്യക്തമാക്കി. ബാനു മുഷ്താഖിനോട് സംസാരിച്ചുവെന്നും അവരെ ഔദ്യോഗികമായി ക്ഷണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.